നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ സ്കേലാർ ഡാറ്റ. സ്കേലാർ ഡാറ്റ എന്ന് പറഞ്ഞാൽ അവർ ഡാറ്റ വിൽ ബി എ സിംഗിൾ വാല്യൂ. ഒരു സിംഗിൾ വാല്യൂവേ കാണത്തുള്ളൂ. ആ സിംഗിൾ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആദ്യത്തെ എക്സാമ്പിളിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് ഡിഫൈൻ ചെയ്തു, പെൻ പെൻസിൽ ബാഗ് തന്നെ സീരീസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ s=pd.series സ്കേലാർ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്, ഇൻഡെക്സ് പാസ് ചെയ്തിരിക്കുന്നത്. നോക്കിയപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ ആകുമെന്ന്. ഇൻഡെക്സ് പെൻ പെൻസിൽ ബുക്ക് ബാഗ് ഡാറ്റ എന്ന് പറയുന്നത് എല്ലായിടത്തും 100 ആവും. ഈ സ്കേലാർ ഡാറ്റ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്ലോട്ട് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാത്തിൻ്റെയും ഡാറ്റ എന്ന് പറയുന്നത് 56.24 ആയി. എല്ലാത്തിൻ്റെയും ഫ്ലോട്ട് 64 ആയി നമ്മുടെ ഡി ടൈപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രിങ് ഡാറ്റ വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും ഐറ്റംസ് ഇൻ സ്റ്റോക്കാണ്, അത് കാണിക്കാനായിട്ട് നമുക്ക് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഡാറ്റ കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഡെക്സിലും ഇൻ സ്റ്റോക്ക് എന്നായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്തു, സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഐറ്റം കൂടെ വന്നുകൊണ്ട് സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടി അതിൽ ആഡായി. അപ്പോൾ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ കേട്ടോ. ഇൻഡെക്സ് എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം ആ പെന്നെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പെന്ന് ആദ്യമോ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നുകൂടെ ആഡ് ചെയ്തു. ഇതാണ് ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം സ്കേലാർ ഡാറ്റ. സ്കേലാർ ഡാറ്റ ക്യാൻ ബി എ സ്ട്രിങ്, ആൻ ഇൻറ്റിജർ ഓർ എ ഫ്ലോട്ട് വാല്യൂ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഒരു ഡാറ്റയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഡാറ്റ ഈക്വൽ ഇൻ സ്റ്റോക്ക് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡാറ്റ ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതും സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് 4th മെത്തേഡ്, ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ സ്കേലാർ ഡാറ്റ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഏതെങ്കിലും ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുത്തിട്ട്, ഇൻഡെക്സ് പെൻ പെൻസിൽ ബുക്ക് ബാഗ് സ്കെയിലാണ് ഇൻഡെക്സ്. ഡാറ്റ എന്ന് പറയുന്നത് 20**2, അതായത് 20 സ്ക്വയർ ആണ് ഡാറ്റ. ഇൻഡെക്സ് ഇൻഡെക്സ് പെൻ പെൻസിൽ ബാഗ്. ഇപ്പോൾ 20 സ്ക്വയർ 400 ആണ്. ഇൻഡെക്സ് പെൻ പെൻസിലും ഡാറ്റ 400. ഇതാണ് ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ നോക്കിക്കൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പേര് തരും. ചിലപ്പോൾ ഇവിടെ സീരീസിൻ്റെ പേര് സെയിൽസ് എന്നാണെങ്കിൽ നിങ്ങളിവിടെ സെയിൽസ് എന്ന് വേണം എഴുതാൻ. എന്നിട്ട് പ്രിൻറ്റ് സെയിൽസ് എന്ന് വേണം എഴുതാൻ. പ്രിൻറ്റ് സെയിൽസ് എന്ന് എഴുതണം. ഇപ്പോൾ സീരീസിൻ്റെ പേര് ഐറ്റംസ് എന്നാണെങ്കിൽ ഐറ്റംസ് എന്ന് കൊടുത്തിട്ട് പ്രിൻറ്റ് ഐറ്റംസ്, ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. ഇത് 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. 30A. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ക്രിയേറ്റ് ദ പാണ്ട സീരീസ് ആസ് ഷോൺ ബിലോ യൂസിങ് ND array. അപ്പം ഇതാണ് തന്നിരിക്കുന്ന സീരീസിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ND array ആണ്. വേർ സബ്ജക്റ്റ് നെയിംസ് ആർ ദ ഇൻഡീസസ് ആൻഡ് ദ കറസ്പോണ്ടിങ് മാർക്സ് ആർ ദ വാല്യൂസ് ഇൻ ദ സീരീസ്. സബ്ജക്റ്റ് നെയിം ഇൻഡെക്സ് ആണെന്നും മാർക്ക് അതിൻ്റെ വാല്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്രം ND array ആണ്. എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. ക്വസ്റ്റിൽ ND array തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ലൈബ്രറി numpyയും കൂടി ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് numpy ആസ് NP. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ഡിഫൈൻ ചെയ്യുന്നു. ഡാറ്റ ഈക്വൽ NP.array ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. ലിസ്റ്റായിട്ട് തന്നിരിക്കുന്ന ഡാറ്റ, ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡാറ്റ, അതുപോലെ തന്നെ 85, 90, 78, 88. നെക്സ്റ്റ് നമുക്ക് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യണം. ഇൻഡെക്സ് നമുക്ക് സബ്ജക്റ്റ് ആണ്. ഞാൻ യൂസ് ഡിഫൈൻഡ് ആയിട്ട് സബ്ജക്റ്റ് എന്നുള്ള പേര് കൊടുക്കുന്നു. ഹിസ്റ്ററി. സീരീസിൻ്റെ പേര് തന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് മാർക്ക് എന്ന് കൊടുക്കുന്നു. മാർക്ക് ഈക്വൽ PD.series. സീരീസിൻ്റെ S ക്യാപിറ്റൽ ലെറ്റർ. ഡാറ്റ സബ്ജക്റ്റ് SUBJ എന്നാണ് ഞാൻ കൊടുത്തത്. പ്രിൻറ്റ് മാർക്ക്.
കണ്ടോ, നമുക്ക് സീരീസ് കിട്ടിയത് കണ്ടോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.